ഗോസേവ, അതായത് പശുവിനെ സേവിക്കുന്നത് വഴി ഒരു ഗ്രാമത്തെ മുഴുവൻ എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ഒരിടമാക്കി മാറ്റാൻ പറ്റുമോ? നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഗോമാതാവിന് എന്താണിത്ര പ്രാധാന്യം? ശരി, ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് ആഴ്ന്നിറങ്ങാം. അപ്പൊ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നേരിടുന്ന ചില വലിയ പ്രതിസന്ധികളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പിന്നെ അതിനൊക്കെയുള്ള ഒരൊറ്റ ദൈവീക പരിഹാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞാൽ പശു എങ്ങനെ ഒരു സാമ്പത്തിക അത്ഭുതമാവുന്നു, പഞ്ചഗവ്യം എങ്ങനെ ആരോഗ്യത്തിന്റെ അമൃതാവുന്നു, ഗോരക്ഷ നമ്മുടെ കടമയാവുന്നതെങ്ങനെ, പിന്നെ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്നൊക്കെ നമ്മൾ നോക്കും. അപ്പൊ തുടങ്ങാമല്ലേ? ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. എന്തൊക്കെയാണ് പരിഹരിക്കാൻ പറ്റാത്തതെന്ന് തോന്നുന്ന ഈ പ്രതിസന്ധികൾ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദാരിദ്ര്യം, രോഗങ്ങൾ, മലിനീകരണം, ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണല്ലേ? എത്രയെത്ര സർക്കാർ പദ്ധതികൾ, എത്ര സാമൂഹിക പ്രവർത്തനങ്ങൾ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതൊന്നും കുറയാതെ കൂടിക്കൂടി വരുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നോക്കിയാൽ എവിടെ നോക്കിയാലും ദാരിദ്ര്യം, തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടേയിരിക്കുന്നു. രോഗങ്ങളാണെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. പോരാത്തതിനെ രാസവളമൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഭൂമിയും നശിക്കുന്നു. കൃഷിയിടങ്ങൾ തരിശായി മാറുന്നു. ഇതിനെല്ലാം പുറമെ ഒരു ആത്മീയവും സാംസ്കാരികവുമായ തകർച്ചയും നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല. നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ പ്രശ്നങ്ങൾ അത്രത്തോളം വലുതാവുകയാണ്. അപ്പോ വ്യക്തമാണ്, നമ്മുടെ ചിന്താരീതി തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. തികച്ചും വ്യത്യസ്തമായ ഒരു പരിഹാരം നമുക്ക് വേണം. അപ്പോ എന്താണ് ഈ വ്യത്യസ്തമായ പരിഹാരം? ഒരു പുതിയ കണ്ടുപിടുത്തമോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ നിയമമാണോ? അല്ല, ചിലപ്പോൾ ഉത്തരം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ടാവാം. വളരെ പുരാതനവും പവിത്രവുമായ ഒന്ന്. അതെ, ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ എന്നാണ് ഈ ആശയം മുന്നോട്ടുവെക്കുന്നത്. അത് ഗോമാതാവാണ്, നമ്മുടെ പുണ്യപശു. എന്തുകൊണ്ടാണ് പശുവിന് ഇത്ര പ്രാധാന്യം? കാരണം ഈ കാഴ്ചപ്പാടിൽ പശു വെറുമൊരു മൃഗമല്ല. ഗോമാതാവ് എന്ന് പറയുമ്പോൾ സർവ്വദേവമയി എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ദേവന്മാരുടെയും ഏകദേശം 33 കോടി ദേവതകളുടെയും ശക്തി ഒത്തുചേർന്ന ഒരു രൂപം. ഈ ശ്ലോകം പറയുന്നതാണ്, സർവേ ദേവാഹ സ്ഥിതാ ദേഹേ സർവ്വദേവമയിഹി ഗൗ. എല്ലാ ദേവന്മാരും പശുവിന്റെ ശരീരത്തിൽ വസിക്കുന്നു എന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരൊറ്റ പശുവിനെ സേവിച്ചാൽ നമ്മൾ എല്ലാ ദേവതകളെയും ഒരുമിച്ചാണ് സേവിക്കുന്നത്. അവരുടെ എല്ലാം അനുഗ്രഹം നമുക്ക് ഒരുമിച്ച് കിട്ടുന്നു. ഇനി മനുഷ്യജീവിതത്തിന്റെ 4 പ്രധാന ലക്ഷ്യങ്ങളുണ്ടല്ലോ: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 കാര്യങ്ങളും നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും ശാസ്ത്രീയമായ വഴിയാണ് ഗോസേവ എന്നാണ് പറയുന്നത്. ഗോസേവയിലൂടെ ധർമ്മം ലഭിക്കും, അതിലൂടെ സമ്പത്ത് വരും, ആഗ്രഹങ്ങൾ സഫലമാകും, ഒടുവിൽ മോക്ഷവും ലഭിക്കും. ശരി, ഇതൊക്കെ ആത്മീയമായ കാര്യങ്ങൾ. പക്ഷേ പ്രായോഗികമായി, സാമ്പത്തികമായി പശു എങ്ങനെയാണൊരു അത്ഭുതമായി മാറുന്നത്? ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മാറ്റാൻ ഇതിനെങ്ങനെ കഴിയും? നമുക്ക് നോക്കാം. പശു ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. ശരിക്കും അത്ഭുതമാണ്. നമ്മൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത പുല്ല്, വൈക്കോല്, പിണ്ണാക്ക്, ഉമി, ഇതൊക്കെയാണ് പശു കഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് തിരിച്ചു തരുന്നതോ അമൃത് പോലെയുള്ള പാല്, കൃഷിക്ക് കരുത്തുള്ള കാളകൾ, ഔഷധഗുണമുള്ള ഗോമൂത്രം, പിന്നെ അമൂല്യമായ ചാണകവും. ചെറിയ വിലയുള്ള സാധനങ്ങൾ കഴിച്ച് എത്രയോ മൂല്യമുള്ള കാര്യങ്ങളാണ് പശു നമുക്ക് തിരിച്ചു തരുന്നത്. വെറുതെ പറയുന്നതല്ല, കണക്കുകൾ പറയുന്നത് വെറും 2 പശുക്കളുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സുഖമായി ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്താൻ കഴിയുമെന്നാണ്. പശുവിന്റെ പാലും മൂത്രവും ചാണകവുമെല്ലാം ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. അതുകൊണ്ടാണ് പണ്ട് മുതലേ പറയുന്നത് ലക്ഷ്മി ഗോമയേ നിത്യം എന്ന്. അതായത് സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മീദേവി ചാണകത്തിൽ എപ്പോഴും വസിക്കുന്നു. നമ്മൾ വെറും വേസ്റ്റായി കാണുന്ന ചാണകത്തിൽ വലിയൊരു സാമ്പത്തിക സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട് എന്നർത്ഥം. ഒന്ന് ആലോചിച്ചു നോക്കൂ, 120 മടങ്ങ് 25 വർഷത്തെ ഗവേഷണത്തിനു ശേഷം കണ്ടെത്തിയ ഒരു കമ്പോസ്റ്റിംഗ് രീതി ഉപയോഗിച്ചാൽ ചാണകത്തിന്റെ ഉപയുക്തത 120 ഇരട്ടിയാക്കാൻ പറ്റും. അതായത് 1 കിലോ ചാണകം കൊണ്ട് 30 കിലോ ഒന്നാം തരം വളമുണ്ടാക്കാം. എന്തൊരു സാധ്യതയാണത്! അപ്പോ നമ്മുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ രാസവളങ്ങൾ ഉപയോഗിച്ച് 20-25 വർഷം കൊണ്ട് നമ്മുടെ മണ്ണിനെ നശിപ്പിച്ച് തരിശാക്കാം. അല്ലെങ്കിൽ കാമധേനു ഖാദ് അഥവാ ചാണകം കൊണ്ടുള്ള ജൈവവളം ഉപയോഗിച്ച് മണ്ണിന്റെ ആരോഗ്യം എക്കാലത്തേക്കുമായി സംരക്ഷിക്കാം. രാസവളങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിയാൽ രാജ്യത്തിന് എത്ര പണം ലാഭിക്കാമെന്നും ഓർക്കണം. തിരഞ്ഞെടുപ്പ്
നമ്മുടേതാണ്. ശരി, സാമ്പത്തികമായി പശു എങ്ങനെ സഹായിക്കുമെന്ന് നമ്മൾ കണ്ടു. ഇനി ആരോഗ്യം. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പശു എങ്ങനെ ഒരു പരിഹാരമാകും? അവിടെയാണ് പഞ്ചഗവ്യത്തിന്റെ പ്രാധാന്യം വരുന്നത്. എന്താണ് ഈ പഞ്ചഗവ്യം? പശുവിൽ നിന്നുള്ള 5 ദിവ്യമായ വസ്തുക്കൾ, അതായത് പാൽ, തൈര്, നെയ്യ്, ഗോമൂത്രം, പിന്നെ ചാണകം. ഇവ 5ഉം ചേർന്ന മിശ്രിതമാണ് പഞ്ചഗവ്യം. ഇവ ഓരോന്നും ഓരോ അമൃതാണ്. ഈ പഞ്ചഗവ്യം ഉപയോഗിച്ച് 108 തരം രോഗങ്ങൾ മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. വളരെ ലളിതമായ എന്നാൽ അതീവ ഫലപ്രദമായ ഒരു ചികിത്സാരീതിയാണിത്. അപ്പോ പശു നമുക്ക് സമ്പത്തും ആരോഗ്യവും എല്ലാം തരുമെങ്കിൽ സ്വാഭാവികമായും അതിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ കടമയായി മാറുന്നില്ലേ? ഗോരക്ഷ എന്നത് ഏറ്റവും വലിയ ധർമ്മവും അതിനെതിരായ പ്രവൃത്തി ഏറ്റവും വലിയ പാപവുമാകുന്നത് അതുകൊണ്ടാണ്. ഈ ആശയം ഏതെങ്കിലും ഒരു മതത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഖുർആൻ ഷരീഫിൽ പോലും പറയുന്നു, പശുവിനെ ബഹുമാനിക്കണം, കാരണം അതിന്റെ പാലും നെയ്യുമൊക്കെ രോഗങ്ങൾക്കുള്ള മരുന്നാണ്, എന്നാൽ അതിന്റെ മാംസം രോഗങ്ങൾക്ക് കാരണമാകുമെന്ന്. അതുപോലെ യേശുക്രിസ്തു പറഞ്ഞതായും ഉദ്ധരിക്കുന്നുണ്ട്, ഒരു പശുവിനെയോ കാളയെയോ കൊല്ലുന്നത് ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണെന്ന്. അത്രയ്ക്കും ഗൗരവത്തോടെയാണ് ഇതിനെ കണ്ടിരുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികളും നേതാക്കന്മാരും ഈ സത്യം തിരിച്ചറിഞ്ഞിരുന്നു. മഹാമന മാലവ്യ പറഞ്ഞത് ഭാരതത്തിന്റെ സമൃദ്ധി പശുവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നാണ്. മഹാത്മാഗാന്ധി ഇതിനെ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. കൃഷിയുടെയും നമ്മുടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെയും നട്ടെല്ല് പശുവാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. യന്ത്രങ്ങൾ ഒരിക്കലും പശുവിനു പകരമാവില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചിലർ പറയാറുണ്ട്, പാൽ തരാതെയാവുമ്പോ പശു ഒരു ബാധ്യതയാകുമെന്ന്. എന്നാൽ അത് ശരിയല്ല. പാൽ തരുന്നില്ലെങ്കിലും ഒരു പശുവിന്റെ ചാണകവും മൂത്രവും കൊണ്ട് മാത്രം മാസം ആയിരക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു പശു ഒരിക്കലും നഷ്ടമാവുന്നില്ല. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. എങ്ങനെയാണ് ഗോരക്ഷ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറയെ തന്നെ പുനർനിർമ്മിക്കുന്നതെന്ന് നോക്കാം. ഭാരതീയ സംസ്കാരം 4 തൂണുകളിലാണ് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഗൗ അഥവാ പശു, ഗംഗാനദി, ഭഗവത്ഗീത, പിന്നെ ഗായത്രി മന്ത്രം. എന്നാൽ ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്നേ 4 തൂണുകളും അപകടാവസ്ഥയിലാണ്. ഒന്ന് നോക്കൂ, ഗൗ അതായത് പശു, ലക്ഷക്കണക്കിന് എണ്ണമാണ് ദിവസവും കശാപ്പ് ചെയ്യപ്പെടുന്നത്. ഗംഗാനദിയോ മലിനമായി മരിച്ചുകൊണ്ടിരിക്കുന്നു. ഗീതയുടെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ്? ഗായത്രി മന്ത്രത്തിന്റെ തത്വങ്ങൾ നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട്? ഇതിലെല്ലാം ഒരു ബന്ധമുണ്ട്. അടിസ്ഥാന തൂണായ പശു ദുരിതമനുഭവിക്കുമ്പോൾ മറ്റു തൂണുകളും തകർന്നു വീഴുന്നു. അതുകൊണ്ട് ഇതിന്റെയെല്ലാം അടിസ്ഥാന കാരണം ഗോമാതാവ് അനുഭവിക്കുന്ന ദുരിതങ്ങളാണ്. രാജ്യത്തിന്റെ കഷ്ടപ്പാടുകൾക്ക് കാരണം അതാണ്. ഗോവധം നിർത്താതെയും ഓരോരുത്തരുടെയും മനസ്സിൽ ഗോമാതാവിനോടുള്ള ബഹുമാനം തിരികെ വരാതെയും രാജ്യത്തിന് യഥാർത്ഥ ക്ഷേമം കൈവരിക്കാനാവില്ല. അതുകൊണ്ട് ചോദ്യം ഇതാണ്, നമ്മുടെ അമ്മയെ, ഗോമാതാവിനെ രക്ഷിക്കുന്ന തലമുറയായി നമ്മൾ മാറുമോ, അതോ പശു എന്നത് പുസ്തകങ്ങളിൽ മാത്രം കാണുന്ന ഒരു ഓർമ്മയായി മാറാൻ നമ്മൾ അനുവദിക്കുമോ? തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഈ വിശകലനം യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഗാവ് സർവസൗഖ്യപ്രദ എന്ന ഹിന്ദി പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി.